My precious children of God, I greet each one of you in the precious name of our Lord and Savior Jesus Christ. എന്റെ വിലയേറിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും ഞാൻ സ്നേഹാശംസകൾ നേരുന്നു. Today the promise is given to us through Psalm 103 verse 4. ഇന്നത്തെ വാഗ്ദത്ത വചനം സങ്കീർത്തനം 103 4 വാക്യമാണ്. God redeems your life from destruction, who crowns you with loving kindness and tender mercies. യഹോവ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. And the verse 5 also says a beautiful thing. 5ാമത്തെ വാക്യത്തിലും മനോഹരമായ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. God satisfies your mouth with good things so that your youth is renewed like the eagles. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം ദൈവം നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. Our God is a God who can redeem us from destruction. നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ പ്രാപ്തനാണ് നമ്മുടെ കർത്താവ്. My friend, you may be leading a wrong life. എന്റെ സ്നേഹിതന്മാരെ, ഒരുപക്ഷെ നിങ്ങൾ തെറ്റായ ഒരു ജീവിതം നയിക്കുകയാവാം. Life of destruction. നിങ്ങൾ ഒരു നാശത്തിന്റെ ജീവിതമാകാം നയിക്കുന്നത്. You may be a drunkard. നിങ്ങൾ You may മദ്യപാനിയായിരിക്കാം, be an adulterer. അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. But God can give you a new എന്നാൽ life. നിങ്ങൾക്ക് പുതിയൊരു ജീവിതം നൽകുവാൻ ദൈവത്തിന് He കഴിയും. can give you sweet life and a perfect, blessed life. മനോഹരമായ, അനുഗ്രഹീതമായ, പൂർണ്ണമായ ഒരു ജീവിതം നിങ്ങൾക്ക് നൽകുവാൻ ദൈവത്തിന് If you കഴിയും. read John chapter 4, we read about a woman. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ ഒരു സ്ത്രീയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. She was a Samaritan woman. അവൾ ഒരു ശമരിയ സ്ത്രീയായിരുന്നു. She was full of sins, അവൾ പാപത്താൽ നിറഞ്ഞവളായിരുന്നു. addicted to all kinds of lustful things. സകലവിധ ജഡമോഹങ്ങൾക്കും അവൾ അടിമപ്പെട്ടിരുന്നു. So many husbands. അവൾക്ക് നിരവധി ഭർത്താക്കന്മാരുണ്ടായിരുന്നു. She was leading an immoral life. അവൾ അധാർമികമായ ജീവിതമാണ് In നയിച്ചിരുന്നത്. that kind of situation, she came to the well to fetch water. ആ അവസ്ഥയിൽ അവൾ വെള്ളം കോരുവാൻ കിണറിനരികെ വരുന്നു. There Jesus was sitting and taking rest. ആ സമയത്ത് യേശു കിണറിനരികെ ഇരുന്ന് He heard വിശ്രമിക്കുകയായിരുന്നു. the voice of God Almighty. അന്നവൾ സർവശക്തനായ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. Yes, Jesus is God Almighty. അതെ, യേശു സർവശക്തനായ ദൈവമാണ്. He knew the heart of that woman, ആ സ്ത്രീയുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ യേശു അറിഞ്ഞിരുന്നു. how she was അവൾ living. ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് യേശു He അറിഞ്ഞിരുന്നു. took pity on her, യേശുവിന് അവളോട് spoke സഹതാപം to her തോന്നി. words of comfort. യേശു അവളോട് ലാവണ്യ വാക്കുകൾ She പറഞ്ഞു. heard the words of God Almighty. അവൾ സർവശക്തനായ ദൈവത്തിന്റെ ശബ്ദം Her കേട്ടു. life was completely transformed. അവൾ സമ്പൂർണ്ണമായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തു. She accepted Him as her Savior. അവൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. Not only that, she went to other people to tell about Jesus. അതുമാത്രമല്ല, യേശുവിനെ കുറിച്ച് പറയുവാൻ അവൾ ഗ്രാമത്തിലെ ജനങ്ങളുടെ അരികിലേക്ക് ചെന്നു. Yes, the same God can redeem your life too, my brother, my sister. അതെ പ്രിയപ്പെട്ടവരെ, അതേ ദൈവത്തിനെ നിങ്ങളുടെ ജീവനെയും നാശത്തിൽ നിന്ന് വീണ്ടെടുക്കാനാകും. Lord can give you new life, നിങ്ങൾക്ക് പുതിയ ജീവിതം നൽകുവാൻ a കർത്താവിന് കഴിയും. Christ-filled life, ക്രിസ്തുവിൽ നിറഞ്ഞ ജീവിതം, a life without sin. പാപം കൂടാതെയുള്ള ജീവിതം. Are you wondering how it can happen? അതെങ്ങനെ സംഭവിക്കുമെന്നോർത്ത് Yes, the അത്ഭുതപ്പെടുകയാണ്. Word of God can change your life. അതെ, ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനാകും. Jesus spoke to her. യേശു അവളോട് സംസാരിച്ചു. She was a sinner, അവൾ ഒരു പാപിയായിരുന്നു. but she was able to tell the people about Jesus after that. എന്നാൽ അതിനുശേഷം യേശുവിനെ കുറിച്ച് ജനങ്ങളോട് പറയുവാൻ അവൾക്ക് സാധിച്ചു. The same thing is going to happen in your life right now. അതേ കാര്യം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ Just പോകുന്നു. look unto the Lord. ദൈവത്തിങ്കിലേക്ക് നോക്കുവിൻ. He gave His life for you on the cross. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തന്റെ ജീവൻ വെടിഞ്ഞു. Cling on to Him. കർത്താവിനോട് പറ്റിച്ചേരുവിൻ. Cry unto Him. കർത്താവിനോട് നിലവിളിക്കുവിൻ. Lord, forgive me. കർത്താവെ, എന്നോട് Forgive ക്ഷമിക്കണമേ. me all my sins. എന്റെ പാപങ്ങളെല്ലാം Give ക്ഷമിക്കണമേ. me a new life. എനിക്ക് പുതിയൊരു ജീവിതം Cleanse നൽകണമേ. me with your precious blood. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി Right ശുദ്ധീകരിക്കണമേ. now we are going to cry like that. ഇപ്പോൾ നമ്മൾ ദൈവത്തോട് നിലവിളിക്കുവാൻ And പോകുന്നു. as that Samaritan woman received a new life, you are going to receive right now the same blessing. ആ ശമരിയ സ്ത്രീക്ക് പുതിയ ജീവിതം ലഭിച്ചതുപോലെ ഇപ്പോൾ നിങ്ങൾ പുതുജീവൻ പ്രാപിക്കുവാൻ പോകുകയാണ്. Shall we cry unto Him? നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. Lord, we cry unto you. Bless us with a new life. കർത്താവേ, പുതിയൊരു ജീവിതം നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ Forgive നിലവിളിക്കുന്നു. all the people who are crying like that. കർത്താവെ, അതുപോലെ നിലവിളിക്കുന്ന എല്ലാവരോടും ക്ഷമിക്കണമേ. Forgive them from all the past sinful life. ഭൂതകാലത്തിൽ പാപ ജീവിതം നയിച്ചിരുന്ന അവരോട് അങ്ങ് Cleanse them with ക്ഷമിക്കണമേ. your precious blood right now. അങ്ങയുടെ വിലയേറിയ രക്തത്താൽ
രക്തത്താൽ അവരെ കഴുകി Give them ശുദ്ധീകരിക്കണമേ. new life. അവർക്ക് പുതിയ ജീവിതം New life നൽകണമേ. in Jesus. യേശുവിൽ പുതിയ ജീവിതം Just like നൽകണമേ. Jesus. അവർ കർത്താവായ യേശുവിനെ പോലെ തന്നെ Let them be transformed right now, Father. അവർ ഇപ്പോൾ രൂപാന്തരം പ്രാപിക്കട്ടെ. Thank you, Lord, for the provision you are making. കർത്താവെ, അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കുന്ന അനുഗ്രഹങ്ങൾക്ക് Thank you നന്ദി. for the blessing you are giving. അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി. Thank you for changing their lives. അവരുടെ ജീവിതത്തെ മാറ്റുന്നതിന് We നന്ദി. give you all the glory. സകല മഹത്വവും അങ്ങേക്ക് Hallelujah. കരേറ്റുന്നു. ഹല്ലേലൂയ. Thank you, Father. പിതാവേ, നന്ദി. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. My precious friend, എന്റെ വിലയേറിയ സ്നേഹിത, through the television program ടെലിവിഷൻ പരിപാടികളിലൂടെ and through the social media programs, സോഷ്യൽ മീഡിയ പരിപാടികളിലൂടെ which we send out to thousands of people every day, ഞങ്ങൾ ദിനംപ്രതി ജനങ്ങൾക്ക് അയച്ചു കൊടുക്കുന്ന ഈ പരിപാടികളിലൂടെ God's power flows into the people. ദൈവശക്തി ജനങ്ങളിലേക്ക് പാഞ്ഞു ചെല്ലുന്നു. Miracles happen. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. Tears are wiped away. കണ്ണുനീർ തുടച്ചു മാറ്റപ്പെടുന്നു. Lives are built. ജീവിതങ്ങൾ കെട്ടിപ്പണിയപ്പെടുന്നു. We are looking for sponsors for every program that comes through social media every day. എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടികൾക്കായി ഞങ്ങൾ സ്പോൺസർമാരെ തിരയുകയാണ്. And as you co-sponsor or sponsor, we'll have your names there and your prayer requests, and I'll be personally praying for you. നിങ്ങൾ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോ സ്പോൺസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും പ്രാർത്ഥനാപേക്ഷകളും അതിൽ ഉൾപ്പെടുത്തും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. Millions who watch will also pray for you. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. God will bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. We'll send you a copy also. ഞങ്ങൾ ഒരു കോപ്പി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. So please call this number. ആകയാൽ ദയവായി ഈ നമ്പറിൽ വിളിക്കുവിൻ. When you have the birthday, നിങ്ങൾ ജന്മദിനം ആഘോഷിക്കുമ്പോൾ, your birthday or your loved one's birthday, നിങ്ങളുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ, wedding anniversary, വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ, or the loss of a loved one, a memorial day, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഒരു ഓർമ്മദിനം ആചരിക്കുമ്പോൾ, or a Thanksgiving offering, അല്ലെങ്കിൽ ഒരു സ്തോത്ര കാഴ്ചയായി, or giving 1 month's salary as the first month's salary when you get a job, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുമ്പോൾ ആദ്യത്തെ മാസ ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ you can honor God. നിങ്ങൾക്ക് ദൈവത്തെ മാനിക്കാം. All your donations are going for the service of the people in the name of Jesus. നിങ്ങളുടെ സകല സ്തോത്ര കാഴ്ചകളും യേശുവിന്റെ നാമത്തിൽ ജനങ്ങളെ സേവിക്കുന്നതിനായി ചെലവഴിക്കുന്നതാണ്. Here's how you can support. ഇനി പറയുന്നത് പോലെ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാം, പിന്താങ്ങാം. ദശലക്ഷക്കണക്കിന് ജനങ്ങളെ സ്പർശിച്ച ഈ ടെലിവിഷൻ പരിപാടിയെ www.jesuscalls.org എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് സംഭാവനകൾ നൽകി പിന്തുണയ്ക്കാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ സമീപത്തുള്ള യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം നിങ്ങൾക്ക് നേരിട്ട് സന്ദർശിക്കുവാനും കഴിയും.